ബോർഡർ ഗവാസ്കർ ട്രോഫി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞാൽ ദയനീയം എന്ന് പറഞ്ഞാൽ പരമദയനീയാണെന്ന് പറയാൻ പറ്റും. ഒരു കളി ജയിച്ചിട്ടുണ്ട്, അത് ബൂമറയുടെ ക്യാപ്റ്റൻസിയിൽ. പിന്നത്തെ 2 കളി തോറ്റു. ഇപ്പം അടുത്തൊരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ മത്സരം എന്തായിരിക്കും എന്നുള്ളതിന് ഏറെക്കുറെ ഒരു ഊഹമുണ്ട്. ഇന്ത്യൻ ടീമിലെ ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ്റെയും കോച്ചും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് ക്യാപ്റ്റൻ വരാണ്ട് കോച്ച് മാത്രം വരുന്നു, കോച്ച് മതിയല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നാളത്തെ മത്സരത്തിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ സിഡ്നിയിലാണ് നാളെ കളി തുടങ്ങുന്നത്. അപ്പോൾ സിഡ്നിയിലെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു നല്ല ഒരു ചരിത്രമല്ല സിഡ്നിയിൽ ഇന്ത്യക്കുള്ളത്. അതായത് ആകെ ഒരു ടെസ്റ്റ് മത്സരമാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ആകെ കളിച്ച 13 ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അത് തന്നെ 1978. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള കളികളിൽ 3 മത്സരങ്ങളും ഡ്രോയാണ്. അതിനു മുമ്പ് 2 മത്സരങ്ങൾ പരാജയപ്പെട്ട്. അപ്പോൾ മൊത്തത്തിൽ സിഡ്നിയിലെ ചരിത്രം ഇന്ത്യനെ സംബന്ധിച്ച് അത്ര നല്ല ഒരു ചരിത്രം അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ടീം ഇത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു സമയത്ത് അതെ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ ടീം വീക്കായി എന്ന് പറയുമ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ടീമിനകത്തുള്ള ഒരു മൊറൈലിന്റെ കാര്യത്തിൽ കൂടി വളരെ പ്രതിസന്ധികൾ ഇന്ത്യൻ ടീം നേരിടുന്നുണ്ട്. പല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു കളിക്കാൻ വരുന്ന അതെ അങ്ങനത്തെ ഒരു ഫീല്. അതുപോലെ തന്നെ ഇപ്പോൾ ഗംഭീറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗംഭീറിന്റെ പുജാരയുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. പുജാരനെ ടീമിൽ വേണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സെലക്ഷൻ കമ്മിറ്റി അത് തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിഡ്നി വളരെ ഒരുപക്ഷെ സിഡ്നിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ പലതും സംഭവിച്ചേക്കാമോ. തീർച്ചയായും ഇപ്പം സിഡ്നിയിലെ കളി കഴിയുമ്പോഴും ഇത് പരാജയമാണെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ തിരിച്ചടിയാവും. അതിന് പുറമെ നായകൻ രോഹിത്, സീനിയർ താരം കോഹ്ലി, അതിനൊപ്പം തന്നെ ഗംഭീറിനും അത് തിരിച്ചടിയായിരിക്കുന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞപ്പം പൂജാരൻ ആവശ്യപ്പെട്ടിരുന്നു ഗംഭീർ എന്ന് പറഞ്ഞു, സെലക്ടർമാർ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ വേറൊരു ഇതുണ്ട്. ഇന്ത്യൻ ടീമിൽ നിലവിലുള്ള താരങ്ങളെ ഗംഭീർ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അത് ക്ലിയറായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ടല്ലോ. ഇതിപ്പം പറയുമ്പോൾ ഗില്ലിനൊരു മത്സരത്തിൽ പുറത്തിരുന്നുണ്ട്, ഗില്ലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പം പറയുമ്പോൾ രാഹുലും ജയ്സ്വാളും പിന്നെ കോഹ്ലിയും പറയാം നമുക്ക്. ബാക്കിയുള്ള താരങ്ങളൊക്കെ പെർഫോമൻസ് എങ്ങനെയാണ് കാണുന്നത്? അത് താരങ്ങളുടെ സ്വാഭാവികമായുള്ള ഒരു കളിയെ ആ ഒരു ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ടോ പുതിയ കോച്ചിൻ്റെ വരവ് എന്നുള്ളൊരു സംശയം കൂടെ വരുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. പ്ലെയേഴ്സുമായിട്ട് ഗംഭീർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അപര്യാപ്തമാണ് എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകളും അടുത്തിടെ വരുന്നുണ്ട്. ഗംഭീർ പറയുന്ന കാര്യങ്ങൾ താരങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ. പ്രത്യേകിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് രാഹുൽ ദ്രാവിഡിനും രവി ശാസ്ത്രിക്കും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടീമുമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് ഗംഭീറിന് സാധ്യമായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സമയത്ത് ഇപ്പൊ രോഹിത് ശർമ്മയാണെങ്കിൽ സ്വയം ടോപ്പ് ഓർഡറിൽ നിന്ന് മാറി താഴെ വന്ന് കളിക്കുന്നു, അതിലും പരാജയമാവുന്നു, വീണ്ടും ടോപ്പ് ഓർഡറിലേക്ക് തിരിച്ചെത്തുന്നു. അതായത് ഓസ്ട്രേലിയനെ നേരിടാൻ പോകുന്ന സമയത്ത് ഒരു തയ്യാറെടുപ്പുകളും ഉണ്ടായില്ല. പരീക്ഷണം നടത്തുന്നത് ഓരോ നമ്പറിലും മാറി കളിക്കണം ഒരു ധാരണയില്ലാത്തൊരവസ്ഥയിൽ. അതെ. പിന്നെ അതിലാകെ വിജയിച്ച ഒരു പരീക്ഷണം എന്ന് പറയുന്നത് നിതീഷ് റെഡ്ഡിനെ കളിപ്പിക്കാനുള്ള തീരുമാനമാണ്. കാരണം നിതീഷ് റെഡ്ഡി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സീരീസിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൽ 2ാം സ്ഥാനത്ത് നിതീഷ് റെഡ്ഡിയാണ്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം രോഹിത് ശർമ്മയുടെ ഒരു സ്ഥാനം റൺസ് നേടുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പിന്നിലാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ പേസർമാരായിട്ടുള്ള പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്ക് എടുത്ത അത്ര റൺസ് പോലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ കോച്ചിന് മാത്രം പറഞ്ഞിട്ടില്ല. രോഹിതൊക്കെ വിക്കറ്റ് വലിച്ചെറിയാണ് പന്തിന്റെ കാര്യത്തിൽ. ഇപ്പം രോഹിത് കഴിഞ്ഞ മത്സരം കഴിഞ്ഞ് പറഞ്ഞു പന്തിനെ കുറ്റം പറഞ്ഞു പറഞ്ഞു. അപ്പം രോഹിത് കളിച്ചിട്ട് വേണ്ടേ പന്തിനെ പറയാന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ടെങ്കിലും അതിൽ രോഹിത്തിന്റെ ഭാഗത്തും പന്തിന്റെ ഭാഗത്തും എല്ലാം ഒരു വിക്കറ്റ് വലിച്ചെറിയുന്ന രീതിയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ പിച്ചിൽ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ നമുക്കറിയാം പൂജാരയുടെ കേസ് ഇപ്പോൾ പറഞ്ഞാൽ പൂജാര കഴിഞ്ഞ 2 സീരീസുകൾ എങ്ങനെ കളിച്ചു നമുക്കറിയാം. അവിടെ ഒരു ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു താരത്തെ ഒരാവശ്യമാണ്. ഇപ്പം KL രാഹുൽ ഒരു പരിധി വരെ ഓക്കെയാണ്, അങ്ങനെ കളിക്കുന്നുണ്ട്, രാഹുൽ ഓക്കെയാണ്. പക്ഷെ വേറെ ഏത് താരമാണ് അങ്ങനെ കളിക്കുന്നത്? എല്ലാവരും തങ്ങളുടെ ശൈലിയിൽ വന്ന് അടിക്കുന്നു, പുറത്താവുന്നു, വിക്കറ്റ് വലിച്ചെറിയല്ലേ കൂടുതൽ താരങ്ങളും ചെയ്യുന്നത്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ പന്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പന്ത് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളൊരു അബദ്ധം കമന്റേറ്റർമാർ അത് എടുത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഒരു തവണ പറ്റിയ ഒരു മിസ്റ്റേക്ക് അത് വീണ്ടും മിസ്റ്റേക്ക്, അങ്ങനത്തെ ഒരു ഷോട്ട് കളിച്ചിട്ട് ടെസ്റ്റിലൊക്കെ ഔട്ടാവുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒട്ടും നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരു കാര്യം കൂടിയാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, ഓസ്ട്രേലിയൻ മണ്ണിൽ പോയിട്ട് അവിടെ കളിക്കുമ്പോഴാണ് ഇവിടെ ഇപ്പം ഇന്ത്യൻ ടീം ഇപ്പം ബംഗ്ലാദേശോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരം ടീമുകൾ ഇന്ത്യയിൽ വന്നിട്ട് കളിക്കുമ്പോൾ പരീക്ഷ നടത്താം. ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നമുക്ക് പരീക്ഷ നടത്തായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ അവിടെ പോയിട്ട് ഈ പരീക്ഷ നടത്തുന്ന പറയുമ്പോൾ ഇവർ ശരിക്കും കോച്ചിന് ഒരു പ്ലാൻ ഇല്ലാത്തതാണോ, അല്ല കോച്ചും താരങ്ങളും തമ്മിൽ
നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമായിട്ട് തോന്നുന്ന പോലെ വന്ന് കളിക്കട്ടെ, 5 ദിവസം കഴിയട്ടെ, പറ്റട്ടെ, ആ രീതിയിലേക്കാണ് ഇപ്പം ടീമിലെ കാര്യം. അതെ, എനിക്ക് കൃത്യമായിട്ട് അത് നമുക്ക് ഫീൽ, അതായത് പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒന്നാമത് ഓസ്ട്രേലിയൻ ടീം വളരെ ശക്തമായി വളരെയധികം തയ്യാറായിട്ടാണ് ഈ സീരീസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പറഞ്ഞ പോലെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു പ്ലാനിങ് ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലുള്ള ഒരു പരമ്പര ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി എന്നുള്ളത് വലിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഓസ്ട്രേലിയ ടീം ഒരിക്കലും ഇത്രയും ഈസിയായിരിക്കും കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയും ഇതായിട്ടാണ് ഇന്ത്യക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നല്ലാണ്ട് അതിൽ ആകെ പറഞ്ഞാൽ ഇപ്പം ബൂംറ മാത്രമാണ് അവർക്കൊന്ന് കരുതി കളിക്കാനുള്ള, ബൂംറ മാത്രം നേരിട്ടാൽ മതി, ബാക്കിയെല്ലാം ഒരു ഓളത്തിനങ്ങ് വരുന്നുണ്ട്. ബോളർമാരും ബാറ്റർമാരും ആ രീതിയിൽ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ വിരാട് കോഹ്ലി ഉൾപ്പെടെ പല സമയത്തും വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്, അതുപോലെ ഫീൽഡിങ്ങിൽ വരുത്തുന്ന അലംബം. അപ്പൊ കഴിഞ്ഞ കളിയിൽ 9 വിക്കറ്റ് ഇന്ത്യയുടെ 9 വിക്കറ്റ് നേടിയ സമയത്ത് ഓസ്ട്രേലിയ സെറ്റ് ചെയ്തിരുന്ന ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ ഫീൽഡിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ 9 വിക്കറ്റ് നമുക്ക് കുറച്ചുകൂടി റൺസ് കുറവിൽ അവരെ ഓൾ ഔട്ട് ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 180 റൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ 9 വിക്കറ്റ് പോയ ഓസ്ട്രേലിയ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കളി സമനിലയാക്കാനുള്ള ഒരു ശ്രമം പോലും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുനിന്നില്ല, ഉണ്ടായില്ല. അപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവസാനത്തെ ബാറ്റർമാരാണ് ഇത്രയും ഓവറുകൾ ബാറ്റ് ചെയ്തതോ, അതെ, ബാറ്റ് ചെയ്തിട്ട് റൺസ് സ്കോർ ചെയ്യുന്നത് കളി മാറ്റിയതോടെയാണ്. ഇന്ത്യൻ ടീമിന് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് ജയിക്കണം എന്നല്ലോ അല്ലെങ്കിൽ കളി സമനിലാക്കണം എന്നുള്ള ഇന്റൻഷൻ ഇല്ല. അത് രോഹിത്തിനാണ് കൂടുതൽ വേണ്ടത്. രോഹിത് ഫീൽഡ് ചെയ്യുമ്പോൾ വരും, എറിയട്ടെ, അടുത്താൾ എറിയട്ടെ എന്നുള്ളൊരു രീതിയിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് എന്താ നടക്കുന്ന വെച്ചാൽ നടക്കട്ടെ എന്നതിൽ ഇനി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നുണ്ട് രോഹിത് വിരമിക്കാനായി എന്ന്. അപ്പോൾ രോഹിത്തിന് ശരിക്കും കളി മടുത്തിട്ടാണോ, ബോഡി ലാംഗ്വേജ് ഇപ്പം ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഫീൽഡിൽ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ രോഹിത്തിന് താല്പര്യമില്ലാത്ത കളിക്കുന്നതിലാണ് തോന്നുന്നത്. അതിനിപ്പം നേരത്തെ പറഞ്ഞ കോച്ചുമായിട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ മറ്റു താരങ്ങളായിട്ടുള്ള പ്രശ്നമാണോ എന്നാണെന്ന് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മെൽബണിലെ തോൽവിക്ക് ശേഷം ഈ ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ കുറച്ച് വാർത്തകളൊക്കെ വരുന്നതൊക്കെ ഒരു ഇന്ത്യൻ ടീമിന്, ഇന്ത്യ പോലത്തെ ഒരു ടീമിന് ഏറ്റവും ചേർന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. അങ്ങനത്തെ രീതിയിലാണ് താരങ്ങൾ പെരുമാറുന്നതെന്നും ഈ കോച്ച് പറയുന്നത് താരങ്ങൾക്ക് എന്താണെന്നുള്ളത് കോച്ചിനോ അംഗീകരിക്കാൻ കഴിയില്ലൊക്കെ പറയുന്നുണ്ട്. ഈ ഗംഭീർ വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഗംഭീറും കോഹ്ലിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കുന്നത്. പക്ഷേ അതൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പം ഗംഭീറും ബാക്കിയുള്ള താരങ്ങളൊക്കെ തമ്മിൽ യുവതാരങ്ങൾ വരെ പ്രശ്നമാണെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. യുവതാരങ്ങൾക്ക് വരെ ഗംഭീറിനെ അംഗീകരിക്കാൻ മടിയാണ്, അവർ സ്ട്രാറ്റജി വരെ നടക്കുന്നില്ല, അവരെ സ്വാഭാവിക കളിനെ തടസ്സപ്പെടുന്ന രീതിയിൽ ഗംഭീറിന് ഇത് വരുന്നു, ഗംഭീറിന് അനുസരിച്ച് കളിക്കാൻ താരങ്ങൾ തയ്യാറാവുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പം ഇങ്ങനെ പോയാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിട്ട് അടുത്ത പരമ്പര ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്. ഇതിലൊന്നും ഒരു പ്രതീക്ഷ ഇന്ത്യക്ക് വേണ്ടി വരില്ല. ഇന്ത്യൻ ടീമിന് നമ്മൾ ഓസ്ട്രേലിയൻ ടീമിനെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് ടീം, അതുപോലെ ഇന്ത്യൻ ടീം ഒരു ഇതായിരുന്നു. അപ്പം രോഹിത്തിൻ്റെ കീഴിൽ തന്നെ T20 ലോകകപ്പിന് പോകുമ്പോഴൊക്കെ ഇന്ത്യൻ ടീം ഇന്ത്യ വരെ വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഇത് പോയില്ല. ഇപ്പം ഇന്ത്യൻ ടീം ഈ ഒരു മത്സരങ്ങളൊക്കെ ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെ സ്വന്തം മണ്ണിൽ 3-0 തോറ്റത്. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. 3-0 ഇന്ത്യൻ മണ്ണിൽ തോറ്റിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും തകർന്നൊരു ടീമാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ ഈ താരങ്ങൾക്കോ അല്ലെങ്കിൽ കോച്ചിനോ ഒരു ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം നാളത്തെ മത്സരം വരുന്നു, പരമാവധി ചെയ്യുന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ അടുത്ത റെക്കോർഡ് വെക്കുമ്പോഴെല്ലാം പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്, സിഡ്നിയിലെ ചരിത്രവും അതുപോലെ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലും ചോദിക്കുന്നുണ്ട്. ഗംഭീർ പറയുന്ന കാര്യങ്ങൾ, ഗംഭീർ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന സാഹചര്യം, ഗംഭീർ പറയുന്ന കാര്യങ്ങൾ ആരാണ്, താരങ്ങൾ തന്നെയാണോ പുറത്തു വിടുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. മാത്രമല്ല അത് കഴിഞ്ഞ് ഈ മത്സരം കഴിഞ്ഞിട്ട് എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് ഒരു വലിയ ചോദ്യമാണ്. എന്തായിരിക്കും ഇന്ത്യൻ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ പറയുമ്പോൾ രോഹിത്തിന്റെ റിട്ടയർ ചെയ്യുന്നു, ടെസ്റ്റ് നിർത്തുന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കോഹ്ലിനെ ബാധിക്കും പറയുന്നുണ്ട്. ഇതിനൊക്കെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗംഭീറിനെയും ഇത് അതേപോലെ ബാധിക്കും. നാളത്തെ മത്സരം തോറ്റാൽ ഗംഭീറിൻ്റെ ഭാവിയും തുലാസിലായിരിക്കും. കാരണം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു കോച്ചിനെ വെച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല. കോച്ചിങ് സ്റ്റാഫ് ഗംഭീറിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്റ്റാഫായിട്ടാണ് വരുന്നത്, കളിക്കുന്നത്. പക്ഷേ ഇത് നടക്കുന്നില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ അത് വലിയ പ്രതീക്ഷയില്ല. ഗംഭീറിനും ഇപ്പം കഴിഞ്ഞ ദിവസം BCCI വക്താവ് തന്നെ പറഞ്ഞു ഗംഭീറിന് നിർണായകമാണ് ഈ മത്സരം, അടുത്ത മത്സരം. അപ്പോൾ അതില്ലെങ്കിൽ ഗംഭീറിൻ്റെ സ്ഥാനം തെറിച്ചേക്കാൻ തന്നെ ഇപ്പോൾ നമുക്ക് സംശയമുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞത്, ഇവർ ഗംഭീറിനെ ആയിരുന്നില്ല ടെസ്റ്റ് ടീമിൻ്റെ കോച്ചിങ് സ്ഥാനത്തേക്ക് നമ്മൾ സെലക്ടർമാരും അല്ലെങ്കിൽ BCCI തീരുമാനിച്ചിരുന്നതെന്ന്. ലക്ഷ്മണനെ ആയിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പം എന്നെ അങ്ങോട്ട് ചർച്ചകളിൽ മാറ്റം വന്നപ്പോഴൊക്കെയാണ് ഗംഭീർ വന്നത്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങിയ പ്രശ്നം തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നില്ലാണ്.
ഇവർ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ അതിൽ ചോദ്യം അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ മത്സരം കഴിയുമ്പോഴേക്ക് ഇതിലും പരാജയപ്പെട്ടാൽ ഈ 2 സീനിയർ താരങ്ങൾക്കൊപ്പം ഗംഭീറും പുറത്തേക്ക് പോകും തന്നെ കാത്തിരുന്ന് കണ്ടുവരില്ലേ? അതെ, തീർച്ചയായിട്ടും അത് കാത്തിരുന്ന് കണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല വലിയൊരു ട്രാൻസിഷൻ പീരീഡ് ഇവിടെ ഉണ്ട്. രോഹിത്, കോഹ്ലി പോലുള്ള സീനിയർ താരങ്ങളും മാറുന്നു. അതുപോലെ ഗംഭീറിന്റെ ഈ ഒരു കോച്ചിങ് ഒരു വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനി മത്സരത്തിന് ശേഷവും വരും മാസങ്ങളിലൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.